ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പ്ലിറ്റ് എസിയുടെ റിപ്പയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ടെക്നിക്കൽ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മളെ സ്പ്ലിറ്റ് എസിയിലൊക്കെ വെള്ളം ചോരം, അതായത് നമ്മൾ മിക്കുള്ള സ്പ്ലിറ്റ് എസിയും ഫസ്റ്റ് പറഞ്ഞ കംപ്ലൈൻറ്റ് സ്പ്ലിറ്റ് എസിനകത്ത് നിന്ന് വെള്ളം ലീക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഡ്രെയിനേജ് ബ്ലോക്ക് ആയിട്ട് വെള്ളം വരുന്നതാണ്. ഡ്രെയിനേജ് ചെറിയൊരു ഹോളുള്ള വെള്ളം പോകാനായിട്ട് ഈ സ്പ്ലിറ്റ് എസിയൊക്കെ. അപ്പോൾ അത് ബ്ലോക്ക് ആയിട്ട് വെള്ളം വരണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടല്ല, സ്പ്ലിറ്റ് എസിയിൽ ഐസ് പിടിച്ചാൽ ഇതിനൊക്കെ വെള്ളം വരും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആളക്കിടാൻ മറക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്കിന് കാണുക, നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ പ്രചോദനം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജലദോഷം ചുമയൊക്കെ പറ്റി ഒന്ന് കുറഞ്ഞുകൊണ്ട് അതാണ് സൗണ്ട് വേറെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പ്ലിറ്റ് എ സി. ഇത് വെള്ളം ചോർന്നെന്നാണ് നമ്മളെ മാഡം പറഞ്ഞത്. അതായത് വെള്ളം ഒരുപാട് ലീക്കായി തറ മൊത്തം വെള്ളം എന്നാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ നമ്മളെ എ സി ഒന്ന് വാട്ടർ സർവീസ് നല്ലത് ചെയ്തിട്ടുണ്ട്. ഇത് കൂടെ കാണാം ഐസ് പിടിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ഐസ് പിടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എൻ്റെ ഗ്യാസ് ആ നെറ്ററിങ്ങിൻ്റെ അവിടെ നിന്ന് ഗ്യാസ് ലീക്കായിരുന്നു. നമ്മളിപ്പോൾ നെറ്ററിങ് ടൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ തൊട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ലീക്കെല്ലാം മാറ്റി നമ്മളിപ്പോൾ ഗ്യാസ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് 13 സംതിങ് ആണ് ഇത് ഗ്യാസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാസ് കുറവാണ്, നല്ല രീതിയിൽ കുറവാണ്. ഗ്യാസ് കുറച്ചാണ് ഇവിടെ ലീക്കായി, അതായത് ഐസ് പിടിച്ചത്. ഇൻഡോർ യൂണിറ്റിൽ കുറച്ച് നേരം ഓടുമ്പോൾ ഐസ് ആകും. എന്നിട്ട് ആ കട്ട് ഓഫ് ആകുന്ന സമയത്ത് വെള്ളം ആ ഉരുവിട്ട് വെള്ളം നേരെ ഫ്രണ്ടിലത്തെ ഡ്രെയിനിൽ കൂടെ, അതായത് ഫ്രണ്ടിലത്തെ അതിൻ്റെ കൂടെ നേരെ താഴെ വീണ് തറ മൊത്തം വെള്ളമാകുന്നതാണ്. അപ്പം നമ്മളിതാ ഇപ്പോൾ ഗ്യാസ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഗ്യാസ് അടിക്കാൻ പോകുന്നത് R22 ആണ് ഗ്യാസ്. നമ്മൾ ഗ്യാസ് അടിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഗ്യാസ് അടിക്കുന്നുണ്ട്. ഗ്യാസ് അടിക്കുന്ന സമയത്ത് ഇവിടെ കാണാം 13.3 ആയിട്ടുണ്ട് ആംപിയർ. ഇവിടെ കാണാം എത്ര ആംപിയർ എന്നുള്ള ഇവിടെ കാണാം 13.54 13.54 ആംപിയർ വേണം ഇതിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കറക്റ്റ് ആകുന്ന സമയത്ത് ആംപിയർ നോക്കി ഗ്യാസ് കറക്റ്റ് ആകുന്ന സമയത്ത് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ കറക്റ്റ് പിന്നെ ഐസ് ഒന്ന് പിടിക്കുക. കറക്റ്റ് വർക്കാണ്. നമ്മൾ ഗ്യാസ് അടിക്കുകയാണ്. ഇപ്പം നമ്മൾ 13.3 ആയിട്ടുണ്ട്, 4 ആയിട്ടുണ്ട്. ഗ്യാസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കാം, അടിച്ചു നോക്കാം. കുറച്ചുകൂടെ ഗ്യാസ് അടിക്കേണ്ടി വരും. ഇപ്പോൾ 13.6 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗ്യാസ് എല്ലാം അടിച്ച് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എ സി ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇപ്പം വെള്ളമൊന്നും വീണിട്ടില്ല. നമ്മളൊരു 8 മണിക്കൂർ എ സി ഓടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വന്ന് നോക്കി. ഇപ്പം ഡ്രെയിനേജും കാര്യങ്ങളോ ഒന്നും വീണില്ല. എല്ലാം കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ലീക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഐസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രെയിനേജ് ബ്ലോക്കായി വെള്ളം വീഴണമെന്ന് വിചാരിക്കരുത്. ഇതിനൊക്കെ ഐസ് പിടിച്ചാലും ഇതിനൊക്കെ വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രണ്ടിലത്തെ ലീഫിൽ നിന്ന് വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ തന്നെ ഡ്രെയിനേജ് ആണെങ്കിൽ മേലെ നിന്ന് വീഴും. ഈ ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് വെള്ളം വീഴുന്നത് നിങ്ങൾ വിചാരിച്ചോളാം ഐസ് പിടിച്ചിട്ടൊക്കെ വെള്ളം വീഴുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ എവിടെയും ഗ്യാസ് ലീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിയതായിരിക്കും. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് സ്പ്ലിറ്റ് എസിയിൽ വെള്ളം ചോർന്നത് സ്പ്ലിറ്റ് എസിയുടെ ഡ്രെയിനേജ് ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമല്ല, ഇതിനൊക്കെ ഐസ് പിടിച്ചാലും വെള്ളം ബ്ലോക്ക് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത ബെല്ലൈക്കൻ ആളാക്കാൻ മറക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ലൈക്കിന് കാണുക, നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം.